Hi, hello, and welcome to IAS Factor by LearnStroke, and I'm Arjun R Shankar. We are straight away going to the Hindu news analysis. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ആസ് യൂഷ്വൽ നമ്മൾ ഡെയിലി എഡിഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഇന്ന് ഒരുപാട് ന്യൂസ് ഉണ്ട്. കാരണം ഇന്നൊരു UPSC പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്കിലും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങളിത് എഴുതിയെടുക്കും എന്ന് വിചാരിക്കുന്നു. അതായത് എല്ലാ ടോപ്പിക്സും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മേജർ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ളത് നിങ്ങൾ എഴുതി നിങ്ങളുടേതായ സെൽഫ് പ്രിപ്പറേഷനിൽ നിങ്ങളത് കണ്ടെത്തും. കുറേ മേജർ ടോപ്പിക്സ് എല്ലാം നമ്മുടെ കറണ്ട് അഫയേഴ്സ് കോഴ്സ് നമ്മുടെ ആപ്പിൽ നോക്കാം. അതിൽ കുറേ ടോപ്പിക്സ് ഒക്കെ ഞാൻ എഡിറ്റോറിയൽ സമ്മറി ആയിട്ടൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് കോഴ്സിൽ. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ആൻഡ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാർത്ത എന്ന് പറയുന്നത് ഇൻഡോ കാനഡ റിലേഷനാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് വാർത്തകൾ വലുതായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ബട്ട് നൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ ഇഷ്യൂ എന്ന് അറിയണം കൃത്യമായിട്ട്. സോ ഇന്ത്യ കാനഡ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്ര നല്ല റിലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു സം ആസ്പെക്ട്സ് ഈ റിലേഷനിൽ ഒരുപാട് സ്ട്രെയിൻ വന്നിട്ടുണ്ട്. സോ ഇന്ത്യ കാനഡ ബേസിക്കലി ഹാസ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ് ഓവർ ദി ഇയേഴ്സ്. പക്ഷേ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഖാലിസ്ഥാനാണ്. ഇവിടെ ഖാലിസ്ഥാൻ എന്ന് പറയുന്നത്, അപ്പോൾ എന്താണ് ഖാലിസ്ഥാനി ഫോഴ്സസ്? ഖാലിസ്ഥാൻ എന്നൊരു ആംഗിൾ ഉണ്ട്, ഇന്ത്യ ഇവിടെ നിൽക്കുന്ന ഒരു ആംഗിൾ. വെൻ ഇന്ത്യ ഇസ് അറ്റ് ദിസ് പൊസിഷൻ, രണ്ട് ആംഗിൾ നമുക്ക് ഇവിടേക്ക് വിടാം. ഒന്ന് ഇറ്റ്സ് റിഗാർഡിംഗ് ദ കാനഡ, ഒന്ന് യുഎസിലും ഇന്ന് US ഗവൺമെന്റും ഇതേപോലത്തെ ഒരു കേസ് ഉന്നയിച്ചിട്ടുണ്ട് വിച്ച് വിൽ ബി ഫൗണ്ട് ഇൻ ദ നാഷണൽ പേജ്. അപ്പോൾ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഇഷ്യൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമുക്ക് ഇന്ത്യൻ അംബാസിഡർ എന്നല്ലല്ലോ, കോമൺവെൽത്ത് രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാരെ നമ്മൾ ഹൈ കമ്മീഷണേഴ്സ് എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയൻ ഹൈ കമ്മീഷണർ അല്ല, ഓസ്ട്രേലിയൻ അംബാസിഡർ ടു ഇന്ത്യ അല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ഹൈ കമ്മീഷണർ, നമ്മുടെ ഹൈ കമ്മീഷണർ കാനഡയിലും ഉണ്ട്, അവരുടെ ആൾ ഇവിടെ ഇന്ത്യയിലും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെയൊക്കെ ഡിസ്മിസ് ചെയ്ത് കളയും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഡിപ്ലോമാറ്റിക് സംഭവങ്ങൾ നടക്കാറുണ്ട്. സോ ഇത് ഡിപ്ലോമാറ്റിക് റിലേഷനെ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യാറുമുണ്ട്. ഇവിടെ വേറെ കാര്യമൊന്നുമല്ല, ഹർദീപ് സിംഗ് നിജർ, നമ്മുടെ മുന്നേ ഒരു എക്സ്പ്ലെയിൻ വാല നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ വേണമെങ്കിൽ ഇതിന്റെ താഴെ ഒരു കമന്റ് ആയിട്ട് ഇടാം. ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ഈ ഖാലിസ്ഥാനി ഇഷ്യൂ എന്നുള്ളതും ഇവരുടെ ഇഷ്യൂ ഈ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അത് സിഖുകാർക്ക് വേണ്ടി മാത്രം എറ്റീസിലുള്ള വലിയൊരു മൂവ്മെന്റ് ആണ്. അതായത് സിഖുകാർക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് കൊടുക്കണം, ജസ്റ്റ് ലൈക്ക് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റും അല്ല, ഒരു രാജ്യമാക്കി മാറ്റണം എന്നാണ്. സിഖ്സ് വേറെ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന വേറൊരു എൻറ്റൈറ്റി ആക്കി മാറ്റണം അവരെ. ഈ മൂവ്മെന്റ് ഇപ്പോഴും ഓൺഗോയിങ് ആണ്. ഇന്ത്യയിൽ മാത്രമല്ല, കൂടുതലും സിഖുകാർ, സർദാർജീസ് കൂടുതലും കാനഡയിലും US ഉള്ളതുകൊണ്ട് അവിടെ ഈ മൂവ്മെന്റ് വളരെ സീക്രട്ട് ആയിട്ട് നടക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ഈ ഹർദീപ് സിംഗ് നിർജ് എന്ന് പറയുന്ന ആളെ കാനഡ പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ നമ്മുടെ സിനിമയിൽ കാണുന്ന പോലെ നമ്മുടെ റോയിന്റെ ഏജൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ ഈ ഹർദീപ് സിംഗ് നിജറിനെ അസാസിനേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അന്ന് തൊട്ട് തുടങ്ങിയ വലിയൊരു പ്രോബ്ലം ആണത്. ഇതാണ് ഓൺഗോയിങ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ്. കില്ലിംഗ് എ പ്രോ ഖാലിസ്ഥാൻ ഫിഗർ ഇൻ ബ്രിട്ടീഷ് കൊളംബിയ 2023. അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ് തന്നിരിക്കുന്നത്. കാനഡൻ 4 ഇന്ത്യൻ നാഷണൽ സസ്പെക്ടിങ് ദം ഓഫ് കില്ലിംഗ് ദം. സോ ഇടയ്ക്ക് വെച്ചിട്ട് വിസ കാര്യങ്ങൾ, കാരണം ഒരുപാട് സ്റ്റുഡൻസ് കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ഇവിടെ നിന്ന്. അതൊക്കെ വലിയൊരു ചലഞ്ച് ഇവിടെ ഈ ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. സോ ലാർജർ പെർസ്പെക്റ്റീവില് ഖാലിസ്ഥാനെ കുറിച്ചിട്ടും അതിനപ്പുറത്തേക്ക് ഇന്ത്യ കാനഡ റിലേഷൻഷിപ്പും നമുക്ക് നന്നായിട്ട് അറിയണം. വാട്ട് ഈസ് ഇന്ത്യ കാനഡ റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കഴിഞ്ഞ കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഡിസ്മിസ് ചെയ്യും, തിരിച്ചു വിടുകയൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി സ്ട്രെയിനിങ് എന്ന് വേണം നമുക്ക് ഇവിടെ കരുതാൻ. സോ ഇറ്റ്സ് എ ബിറ്റ് സ്ട്രെയിൻഡ്. അതാണ് ഇതിൽ മെയിനായിട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം. പിന്നെ അടുത്ത സെപ്റ്റംബർ ഇൻഫ്ലേഷൻ അറ്റ് 9 months ആസ് ഫുഡ് പ്രൈസസ് സർജ്. അപ്പോൾ അഗെയിൻ ഇൻഫ്ലേഷൻ എക്കണോമിക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് വാർത്തയാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ അടുത്ത് ഇനിയും തരുന്നു. ഇനിയും നമുക്ക് ഇൻഫ്ലേഷൻ എന്താണെന്ന് അറിയുന്നില്ല എങ്കിൽ പ്ലീസ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഇൻഫ്ലേഷൻ, എന്താണ് ഇൻഫ്ലേഷൻ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതൊരു ബേസിക് എക്കണോമിക്സിന്റെ ഒരു മാക്രോ തിയറിയിലേക്ക് നമുക്ക് എത്തണം. എന്താണ് ഇൻഫ്ലേഷൻ, വാട്ട് ആർ ദ കോസസ് ഓഫ് ഇൻഫ്ലേഷൻ, എന്തൊക്കെ കോസസ് ആണ് ഇൻഫ്ലേഷൻ ഉള്ളത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് ഉള്ളതെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആണിത് എക്കണോമിക്സിൽ. അതേ സൈഡിൽ 5.5% ആണ് ഇതിനകത്ത് പറയുന്നത്. സോ എന്താണ് ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്നുള്ളതും നമുക്കൊരു ഐഡിയ കിട്ടണം. എന്താണ് ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്? സോ നമുക്ക് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വെജിറ്റബിൾ ഇൻഫ്ലേഷൻ കൂടി, ഫ്രൂട്ട് ഇൻഫ്ലേഷൻ കൂടി, എല്ലാത്തിനും പ്രൈസ് കൂടി, അപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൂടുകയാണ്. സോ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതും അടുത്ത കോൺസെപ്റ്റിലേക്ക് വരികയാണ്. എന്താണ് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കൺസ്യൂമർ ലെവലിൽ നമുക്ക് ഈ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇതിൽ എടുക്കുന്ന എന്തൊക്കെയാണ്? ഫുഡ് എടുക്കാറുണ്ട് മെയിനായിട്ട്. ഇതും നിങ്ങൾ ഓർത്ത് വെക്കണം. എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? ഫുഡ് എടുക്കാറുണ്ട്,
ക്ലോത്തിങ് എടുക്കും, ഹൗസിംഗ് എടുക്കും, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ എടുക്കും. ഒരു കൺസ്യൂമർ ലെവലിൽ ഏതിനൊക്കെ വില കൂടുന്നുണ്ട് എന്നറിയുന്നതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, CPI. അപ്പോൾ ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഇൻഫ്ലേഷൻ, എന്താണ് കൺസ്യൂമർ ഇൻഫ്ലേഷൻ, അപ്പോൾ CPI എന്താണെന്നുള്ളത് ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ സൈഡിൽ പ്രിലിംസിന് വേണ്ടി എന്താണ് ഇൻഫ്ലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു റിവൈസ് ദാറ്റ് ഏരിയ ഓൾസോ. ആൻഡ് ഇവിടെ അടുത്തത് എല്ലാ വാർത്തയും ഇന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. ഇവിടെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് മണിപ്പൂരിൽ ഇഷ്യൂ നടക്കുന്നത്. വേറൊന്നുമല്ല, മണിപ്പൂരിൽ മേജറായിട്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മണിപ്പൂർ ഇഷ്യൂ ഉണ്ട്. സോ അഗെയിൻ മാപ്പ് വൈസ് ജോഗ്രഫിയിൽ മണിപ്പൂരിന്റെ ലൊക്കേഷൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. മണിപ്പൂരിന്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണ്? പൊതുവെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ബോർഡേഴ്സ് നമുക്ക് അറിയാറേ ഇല്ല. സോ പ്ലീസ് ഫൈൻഡ് ഇറ്റ് ഔട്ട്, അതും കൂടെ ഒന്ന് കണ്ടുപിടിക്കുക. പിന്നെ ഈ മണിപ്പൂർ ക്രൈസിസ് എന്താണെന്നുള്ളതും കൂടെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യട്ടെ, കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഞാൻ ഓരോ സെഷനിലും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, സൗത്ത് ചൈന സീ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. സോ ഉടനെ തന്നെ ആ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്, സോ മണിപ്പൂർ ഇഷ്യൂ ഒരു വീഡിയോ ഡെഫിനറ്റ്ലി ചെയ്യണം തോന്നുന്നു, എന്താണ് മണിപ്പൂരിൽ ഇഷ്യൂ എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഞാൻ ആ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മണിപ്പൂർ ഇഷ്യൂ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ 2 ട്രൈബ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന് മേത്തി ആൻഡ് കൂക്കി. സോ ഈ മേത്തിയും കൂക്കിയും ഈ 2 ട്രൈബൽസ് തമ്മിലുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ മേത്തി കമ്മ്യൂണിറ്റി, കൂക്കി കമ്മ്യൂണിറ്റി രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ഡിസ്കഷൻ, ഇന്റലിജൻസ് ബ്യൂറോ ആണ്, IB ആണ് ഇത് കൺവീൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ മേത്തി കൂക്കി ട്രൈബ്സിന്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അത് മണിപ്പൂർ ഇഷ്യൂ എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം ഇതിനകത്തുനിന്ന്. ആൻഡ് പിന്നെ ഇതിനകത്ത് അടുത്തത് ഇന്റർനെറ്റ് സസ്പെൻഡഡ്, പോലീസ് 30 detained 30 after violence erupts in ബഹർജു. UP-യിലുള്ളതുള്ള സ്ഥലമാണത്. സോ UP പോലീസാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ കേരള ന്യൂസിൽ ചിലപ്പോൾ ഇത് കണ്ടുവെന്ന് വരില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഇങ്ങനത്തെ വാർത്തകൾ, നമുക്ക് വയലൻസ് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ദുർഗാപൂജയായിട്ട് ബന്ധപ്പെട്ടതാണ്. ദുർഗാപൂജ ഇമ്മേഴ്സൽ, നമ്മൾ നേരത്തെ കണ്ട പിക്ചർ നിങ്ങൾ കുറച്ചുകൂടെ മുന്നേ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദിസ് പിക്ചർ. ദുർഗാപൂജ നടത്തുമ്പോൾ ഇതേപോലെ ഐഡൽ ഇമ്മേഴ്സൽ നടക്കുമല്ലോ, ഇതേപോലത്തെ ഐഡൽസ് ഇമ്മേഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഓൾറെഡി കുറച്ച് വെടിവെപ്പും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഒരു കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടായി. ആ കമ്മ്യൂണൽ ടെൻഷൻ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സംഭവം നടന്നത്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത പാഡി പ്രൊക്യൂർമെന്റ് ആണ്. സോ ഇതിൽ പാഡി പ്രൊക്യൂർമെന്റ് എന്ന് പറയുമ്പോൾ അഡിക്വേറ്റ് സ്റ്റോറേജ് അറേഞ്ച്മെന്റ്സ് ഹാവ് ബീൻ മേഡ് ടു അവോയ്ഡ് ഡിഫിക്കൽട്ടി ഇൻ പാഡി പ്രൊക്യൂർമെന്റ്. സോ പാഡി എന്ന് പറയുമ്പോൾ ഇതിൽ കൊണ്ടുവരുന്ന 2-3 കാര്യങ്ങളാണ്. എന്താണ് പാഡി കൾട്ടിവേഷൻ, നമ്മുടെ നെൽകൃഷി, ഇതൊക്കെ എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? പഞ്ചാബിൽ ഒരുപാട് നെൽകൃഷി ഉണ്ടോ? നമ്മളിപ്പോഴും ഗോതമ്പും പഞ്ചാബാണ് പറയുന്നത്. സോ ഡു യു തിങ്ക് റൈസ് കൾട്ടിവേഷൻ ഇസ് ദർ? സോ 124 lakh tons ഓഫ് റൈസ് ഫ്രം പഞ്ചാബിൽ എടുക്കുന്നുണ്ട്. സോ പഞ്ചാബിലും റൈസ് കൾട്ടിവേഷൻ നല്ലോണം ഉണ്ട്. ആസ് ഓൾറെഡി അപ്രൂവ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് 124 lakh tons ഒക്കെയാണ് റൈസ് പഞ്ചാബിൽ നിന്ന് വരുന്നത്. സോ അതേപോലെ അപ്പോൾ എന്താണ് പാഡി കൾട്ടിവേഷൻ ഓർക്കുക. അതേപോലെ അഗെയിൻ സംതിങ് കോൾഡ് ഖാരിഫ് സീസൺ. UPSC പലപ്പോഴും ചോദിക്കുന്ന ഒരു ഇതാണ് ഖാരിഫ് റാബി. നിങ്ങൾക്ക് നല്ലോണം അതിന് ഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഖാരിഫ് ക്രോപ്സ് ആൻഡ് റാബി ക്രോപ്സ് എന്നുള്ളത്. അതേപോലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, എന്താണ് CMR? വാട്ട് ഇസ് CMR? കസ്റ്റം മിൽഡ് റൈസ്, ഡീറ്റെയിൽ പ്ലാൻ. അപ്പോൾ മില്ലറ്റ്സും ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റം മിൽഡ് റൈസ്, ഇവിടെ കസ്റ്റം മിൽഡ് റൈസ് അതൊരു ഡീറ്റെയിൽ പ്ലാൻ ഹാസ് ബീൻ തിങ്. സോ എന്താണ് CMR? കസ്റ്റം മിൽഡ് റൈസ്, സോറി മില്ലറ്റ് അല്ല, മിൽഡ് റൈസ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ പാഡി പ്രൊക്യൂർമെന്റും. അപ്പോൾ ഇതും കൂടെ ഒരു കാര്യം കൂടെ പ്രിലിംസിന് ഒരു ചെറിയൊരു ടാസ്ക് കൂടെ തരാം. റൈസ്, പ്രധാനപ്പെട്ട വീറ്റ്, ഷുഗർ കെയിൻ, എപ്പോഴും ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഷുഗർ കെയിൻ, കോട്ടൺ, ജൂട്ട്, അതേപോലെ റൈസ്, വീറ്റ്, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഈവൻ മില്ലറ്റ്സ്. കുറച്ച് മെയിൻ ആയിട്ടുള്ള മില്ലറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ലാർജസ്റ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഏതാണെന്നും കൂടെ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് പഠിക്കുക, ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. റൈസിന്റെ, മീറ്റിന്റെ, ഷുഗർ കെയിൻ്റെ, കോട്ടൺ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഞാൻ എടുത്തിട്ടത്. ഇതിന്റെ മേജർ ആയിട്ടുള്ള ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് സ്റ്റേറ്റ് ഏതാണെന്നും കൂടെ ഒന്ന് കണ്ടുപിടിച്ചാൽ നല്ല കാര്യം. ഇറ്റ്സ് റിയലി ഗുഡ്, യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. അതേപോലെ ഇത് മറ്റേ റൗസ് IAS നടന്ന വലിയൊരു ഇഷ്യൂ ആണ്. ഒരുപാട് കുറച്ച് കുട്ടികളെ ബേസ്മെന്റിൽ മരിച്ച നിലയിൽ കാണുന്നുണ്ട്. അതിന്റെ ഒരു കേസസ് ആണ് ഇതിലേക്ക് പോകുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ റിഗാർഡിംഗ് ദ മെയിൻ തിങ്. ഇനി സ്റ്റേറ്റ് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, സ്റ്റേറ്റ് പേജിൽ പൊളിറ്റിക്കൽ ന്യൂസ് അല്ലാണ്ട്
ക്യാൻസലേഷൻ റിപ്പാട്രിയേഷൻ എന്ന് പറയുന്നത് കുറെ IASകാരെ DOPT എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് DOPT 4 senior IAS officers working in Telangana who were repatriated to Andhra Pradesh. So എന്താണ് റിപ്പാട്രിയേഷൻ ഓർഡർ? പൊതുവെ IASകാർക്ക് കിട്ടുന്നതാണ്. അതായത് ഓൾറെഡി നമ്മളൊരു കേഡറിലുണ്ട്, നമ്മളൊരു ആന്ധ്ര കേഡറിലാണ്, നമ്മൾ വേറൊരു കേഡറിലേക്ക് പോവുക, സെൻട്രൽ ഡെപ്യൂട്ടേഷനിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചു വരാനുള്ള റിപ്പാട്രിയേഷൻ ഓർഡർ വന്നു. ഇങ്ങനെ വന്നപ്പോൾ കുറേ ആൾക്കാർ കേസ് കൊടുത്തു IASകാർ. അതായത് എവിടെയാണ് കേസ് കൊടുത്തത്? CAT. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് നോ വാട്ട് ഈസ് എ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. സോ പബ്ലിക് സർവീസിനകത്തിരിക്കുന്ന ആൾക്കാരുടെ അപ്പോയിൻമെന്റ്, ട്രാൻസ്ഫേഴ്സ്, അതായിട്ട് ബന്ധപ്പെട്ട് പ്രൊമോഷൻസ്, ഇതൊക്കെ ബന്ധപ്പെട്ട് അൾട്ടിമേറ്റ്ലി കേൾക്കുന്ന ഡിസ്പ്യൂട്ട്സ് കേൾക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു ഇതും കൂടാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. നമുക്കൊരു IAS ഓഫീസറിനെ അല്ലെങ്കിൽ IPS ഓഫീസറിനെയൊക്കെ സസ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് സർവീസിനെ എടുത്ത് കളയണമെങ്കിലൊക്കെ വാട്ട് ഈസ് ക്യാറ്റ്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പവർ എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ക്യാറ്റ് ഈ ന്യൂസ് ഞാൻ ഇവിടെ എടുത്ത് വായിച്ചത്. ആൻഡ് നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇസ് റിഗാർഡിംഗ് ഗോയിങ് ബൈ ദിസ് ഇസ് തമിഴ്നാടിന് മഴ കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ്, നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇതൊരു ജോഗ്രഫി ക്വസ്റ്റൻ ആയിട്ട് കണക്കാക്കുക. മൺസൂൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മൺസൂൺ എന്ന് പറയുന്നത് അതിൽ എടുത്തു പറയേണ്ടത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നൊക്കെ പറയുന്ന കേരള പറയുന്ന പോലെ നോർത്ത് ഈസ്റ്റ് മൺസൂണിന്റെ ഇമ്പാക്ട് എന്താണ്? തമിഴ്നാടിനും ഇവിടെയുള്ള പല സ്റ്റേറ്റ്സിനും മഴ കിട്ടുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂണിലാണ്. സോ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വരാൻ പോവുകയാണ്, അതിന്റെ ഒരു ന്യൂസ് ആണ് ഇവിടെ വരുന്നത്. സോ നമുക്കൊരു ജോഗ്രഫി പെർസ്പെക്റ്റീവിൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് എ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. മൺസൂൺ എന്ന് പറയുന്നത് മൊത്തം കണ്ടുപിടിക്കുക, മൊത്തം അത് അറിഞ്ഞിരുന്നാൽ ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഒരു കാര്യം ഞാൻ പറയാം, പേപ്പർ വായിക്കുമ്പോൾ പോലും നമ്മൾ വിചാരിക്കും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എന്തും കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നല്ലേ. കണ്ടു, ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തമിഴ്നാട് മൺസൂൺ എന്ന് നമുക്ക് ജോഗ്രഫിയിലേക്ക് ഒരു ക്വസ്റ്റ്യൻ റീഡയറക്ട് ചെയ്യാൻ പറ്റിയില്ലേ? മൺസൂൺ എന്ന് പറയുന്ന മൺസൂൺ അല്ലെങ്കിൽ മൺസൂൺ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് ടൈം പ്രിലിംസിൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വരുമ്പോൾ അത് ജോഗ്രഫി ക്വസ്റ്റൻ അല്ലാതെ കറണ്ട് അഫയർ ക്വസ്റ്റൻ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് പ്രിലിംസിൽ വരുന്ന മേജർ ക്വസ്റ്റ്യൻസും കറണ്ട് അഫയർ ഡോമിനേറ്റഡ് ആണ്. കറണ്ട് അഫയറിൽ അത് വരുന്നതുകൊണ്ടാണ് അതിനെ ചോദ്യമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് പേപ്പർ നന്നായി വായിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് ബാംഗ്ലൂരിൽ ഓൾമോസ്റ്റ് ജസ്റ്റ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് എത്ര പേരാണെന്നല്ലേ, 13,000 ആൾക്കാരെയാണ് ഡോഗ് ബൈറ്റ്സ്, പട്ടി കടിച്ചിട്ട് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ് അവിടെ. ഡോഗ് ബൈറ്റ്സ് ഭയങ്കര സീരിയസ് ആണ്. അപ്പോൾ അവിടെ ഡോഗ് മെനസ്, ഈ സ്ട്രീറ്റ് ഡോഗ്സിന്റെ മെനസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഒരു ഇഷ്യൂ ആണ്. ഇതൊരു സോഷ്യൽ ഇഷ്യൂ കൂടെ ആയിട്ട് സ്ട്രീറ്റ് ഡോഗ് മെനസ് ഇസ് എ റൈസിംഗ്. വേണമെങ്കിൽ ചോദ്യം ചോദിക്കാവുന്നതാണ് മെയിൻസിനൊക്കെ. ഇതൊരു ആനിമൽ വെൽഫെയറും ഇതൊരു കോൺട്രഡിക്റ്റിംഗ് ക്വസ്റ്റൻ ആണ്. ആനിമൽ വെൽഫെയർ വെസസ് വെൽഫെയർ ഓഫ് ഹ്യൂമൻസ് ഉള്ളതുകൊണ്ട് ഒരു ഡിലമ, ഒരു എത്തിക്കൽ ഡിലമയുള്ള ഒരു ചോദ്യം കൂടാണ്. അപ്പോൾ എത്തിക്കൽ ഡിലമയുള്ള ചോദ്യങ്ങൾ GS4നും എത്തിക്സ് പേപ്പറിലൊക്കെ ചോദിക്കാം. ശരിക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെയൊക്കെ കൊല്ലണോ? ഇത്രയും ഡോഗ്സിനെ കൊന്നു കളയാൻ പറ്റുമോ ആൾക്കാർക്ക് വേണ്ടി? അപ്പോൾ എന്താണ് ഒരു എത്തിക്സ് ക്വസ്റ്റനും കൂടെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദാറ്റ് വാസ് ഇറ്റ്. ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, മൈഗ്രേഷൻ ഇസ് ആക്ച്വലി ഇൻഡീഡ് എ പാർട്ട് ഓഫ് UPSC സിലബസ് ആൻഡ് ഒഡീഷ ഗവൺമെന്റ് ഹാസ് ക്രിയേറ്റഡ് എ ടാസ്ക് ഫോഴ്സ്. മൈഗ്രേഷനെതിരെ, ഡിസ്ട്രസ് മൈഗ്രേഷൻ, ദാറ്റ് ഇസ് അനദർ കോൺസെപ്റ്റ്. അല്ലെങ്കിൽ എന്താണ് മൈഗ്രേഷനിൽ, വാട്ട് ഡു യു മീൻ ബൈ, വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം മെയിൻസിന്, വാട്ട് ഇസ് എ ഡിസ്ട്രസ്, വാട്ട് ഡു യു മീൻ ബൈ ഡിസ്ട്രസ് മൈഗ്രേഷൻ, ഹൗ ക്യാൻ യു പ്രിവെന്റ് ഡിസ്ട്രസ് മൈഗ്രേഷൻ എന്ന് മെയിൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഒഡീഷ കണ്ടുപിടിക്കുകയാണ്. കാരണം ഒഡീഷയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. കേരളത്തിൽ തന്നെ ഒഡീഷയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഭുവനേശ്വർ എന്നൊക്കെയുള്ള. അപ്പോൾ ഒഡീഷ ഗവൺമെന്റ് ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി കണ്ടുപിടിക്കുകയാണ് എന്തുകൊണ്ടാണ് ആൾക്കാർ ഒഡീഷയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത്, മൈഗ്രേഷൻ എങ്ങനെ തടയാം എന്നൊക്കെയുള്ള കണ്ടുപിടിക്കുന്ന ആർട്ടിക്കിളിനെ കുറിച്ചാണ് ഇതിൽ കൂടുതൽ വന്നിരിക്കുന്നത്. സോ ഡിസ്ട്രസ് മൈഗ്രേഷൻ, ഇനി ഞാൻ പറഞ്ഞില്ല, എല്ലാ ന്യൂസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, തൊട്ട ഇമ്പോർട്ടൻ്റ് വാർത്തകളാണ്. ഇനി അടുത്തത് RBIയുടെ ഞാൻ എഡിറ്റോറിയൽസിലേക്ക്, നമ്മുടെ എഡിറ്റോറിയൽ സമ്മറി ആപ്പിൽ കാണണം. അത് കറണ്ട് അഫയേഴ്സ് കോഴ്സിന്റെ ഭാഗം തന്നെയാണ് എഡിറ്റോറിയൽ സമ്മറി. സോ പ്ലീസ് ഡു ചെക്ക് ഇൻ ദാറ്റ്. ആൻഡ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിൽ പറയുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റി. നിങ്ങൾക്കറിയില്ലെങ്കിൽ വാട്ട് ഈസ് എ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ആൻഡ് ഇതിൽ പറയുന്നുണ്ട്, decided to hold benchmark interest rate of 6.5% at the same level it has been in. So RBI benchmark interest rate എന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ most likely it is usually using at repo rate. RBI repo rate ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 6.5%ൽ ബെഞ്ച്മാർക്ക് റേറ്റ്, റിപ്പോ റേറ്റ് അവിടെ നിർത്തുക എന്ന് പറയുമ്പോൾ എന്താണ് റിപ്പോ റേറ്റ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഉദാഹരണത്തിന് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഒരു ബാങ്ക് RBIയുടെ അടുത്ത് നിന്ന് കടം വാങ്ങുകയാണ്. ബാങ്ക് RBIയുടെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങുകയാണ്. ഇങ്ങോട്ടാണ് കടം വാങ്ങുന്നത്. ബാങ്ക് RBIയിലേക്ക് കടം വാങ്ങുകയാണ്. അപ്പോൾ
ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊടുക്കും. കടം ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി പോലെ, നമ്മൾ വീടൊക്കെ പണയം വെക്കുന്ന പോലെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് RBI കൊടുത്തിട്ട് പൈസ വാങ്ങും. സോ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത്, ഇതും UPSCയുടെ ക്വസ്റ്റൻ ആണ്, ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് RBI എങ്ങനെയാണ് ബെഞ്ച് മാർക്ക് റേറ്റ്സ് കൂട്ടുന്നത്? റിപ്പോ റേറ്റ് ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്, സോ ഡെഫിനറ്റ്ലി റിപ്പോ റേറ്റ് കൂട്ടും. ഈ ഇക്വേഷൻ ആണ് നമ്മൾ അറിയേണ്ടത്. ഇൻഫ്ലേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഡിഫ്ലേഷൻ ആകുമ്പോൾ. ഇത് UPSC ക്വസ്റ്റൻ ആണ്. ഇത് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു റിലേഷൻ ക്വസ്റ്റൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഡെഫിനറ്റ്ലി RBI ഇൻഫ്ലേഷൻ വരുമ്പോൾ റിപ്പോ റേറ്റ് കൂട്ടുകയാണ്. ഇപ്പൊ 6.5 ഒക്കെ വെച്ചിരിക്കും, ഇനി വേണമെങ്കിൽ കൂട്ടാം. കൂട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബാങ്കിന് കടം വാങ്ങിക്കാൻ പറ്റില്ല. ബാങ്കിനും ആ കടം വാങ്ങിക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലല്ല. അപ്പൊ എന്ത് ചെയ്യും? ബാങ്കിനും നിലനിൽക്കാൻ വേണ്ടി ബാങ്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെക്കും. അപ്പോൾ ലോൺ എടുക്കാൻ പറ്റില്ല, ഭയങ്കര പലിശയായിരിക്കും. അപ്പൊ ആരും പൈസ വാങ്ങാൻ നോക്കുന്നില്ല. അപ്പൊ ഈ എക്കണോമിക്സിന്റെ ഈ ഒരു ആസ്പെക്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് കോർ ഇൻഫ്ലേഷൻ. RBI പലപ്പോഴും കോർ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എടുക്കുന്ന പോലെ, ഇതിൽ എടുക്കുന്ന ഫുഡ് എന്നൊക്കെ പറയുന്ന പോലെ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. അതായത് ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ള ഫുഡും എനർജിയും എപ്പോഴും പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. ഇതെടുക്കണ്ട, ഫുഡും എനർജിയും ഇല്ലാതെ കണ്ടെത്തുന്ന, അപ്പൊ കോർ ഇൻഫ്ലേഷൻ. അപ്പൊ എന്താണ് കോർ ഇൻഫ്ലേഷൻ? ഈ കോൺസെപ്റ്റ് ഒക്കെ ഓർത്ത് വെക്കുക. CPI ഇതിലേക്കുള്ള സിവിൽ സർവീസിന്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് RBI ഇൻഫ്ലേഷൻ, RBI ഇൻഫ്ലേഷൻ ടാക്ലിംഗ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RBI ഇൻഫ്ലേഷൻ ടാക്ലിംഗ് എന്താണ്, മോണിറ്ററി പോളിസി കമ്മിറ്റി എന്നുള്ളത് അറിയണം. എന്താണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, പിന്നെ വന്നിരിക്കുകയാണ് എന്താണ് കോർ ഇൻഫ്ലേഷൻ. സോ അടുത്തത് എന്താണ് റിപ്പോ റേറ്റ്, ഇൻഫ്ലേഷന്റെ സമയത്ത് ഇത് കൂടുവോ അതോ കുറയ്ക്കുവോ എന്നുള്ളതും കൂടെ. ഇത്രയും കാര്യങ്ങൾ UPSCക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റിന്റെ ബേസിസിലാട്ടോ ഞാൻ പറയുന്നത്. സോ പിന്നെ അടുത്തത് സൗത്ത് കൊറിയൻ ബുക്ക്, മറ്റേ എന്താ പറയുക, നൊബൽ പ്രൈസ് സൗത്ത് കൊറിയൻ ഹാങ് കാങ്ങിന് കിട്ടിയതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അടുത്തത് ഇസ്രായേലിന്റെ ഈ എഡിറ്റോറിയൽ കുറച്ചും കൂടെ എടുത്തു പറയേണ്ടത് ഇതിൽ ഇസ്രായേലിന്റെ ബ്രൂട്ടാലിറ്റിയാണ്. ഇപ്പൊ ഏതാണ്ട് ഒരു വർഷത്തോളം ഇസ്രായേൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എത്ര ആൾക്കാർ മരിച്ചു എന്നാണ്. ഏതാണ്ട് 42,000 ആൾക്കാർ മരിച്ചു. അതിൽ 16,000 സംതിങ് ആൾക്കാർ കുട്ടികളായിരുന്നു. സോ ഇത്രയും ഡെഡ്ലി അറ്റാക്ക് നടന്നിട്ട് വൈ ഇസ് ഇന്ത്യ പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇന്ത്യ എന്താ ഇത്രയും വലിയ ക്രൈസിസ് നടന്നിട്ട് സൈലൻസ് ആയിട്ടിരിക്കുന്നത്? കാരണം ഇതിൽ എടുത്തു പറയുന്ന രണ്ട് കാരണം, ഒന്ന് ഗ്രോയിങ് ഇൻട്രസ്റ്റ് ഇൻ ഇസ്രായേലിന്റെ പാർട്ട്ണർ ആയതുകൊണ്ടാണ്. സോ ഇന്ത്യ ഒരു ഇസ്രായേലിന്റെ ഫേമസ് പാർട്ട്ണർ ആവെന്ന് പറയുമ്പോൾ എന്താ, ഇന്ത്യക്ക് ഇസ്രായേലിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുടെ ഒക്കെ ആവശ്യമുണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ ടെക്നോളജി, നമ്മുടെ ഡിഫൻസും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ ഇസ്രായേലിന് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഈ ഒരു ഡിപ്പെൻഡൻസി ഉള്ളതുകൊണ്ട് നമ്മൾ ഇസ്രായേലിനെ ഒന്നും പറയുന്നില്ല. അപ്പൊ ആ ആർട്ടിക്കിൾ കൂടുതലും പറയുന്നത് ഇതിന്റെ ആസ്പെക്ട് ആണ്. എന്താണ് ഇന്ത്യ പോലത്തെ രാജ്യം ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് ഇത് ചോദിക്കുന്നത്. ഇതെല്ലാം അവരവരുടെ ഒപ്പീനിയൻസ് ആട്ടോ. ഇത് എഴുതുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻസ് ആണ്. നിങ്ങളുടെ ഒപ്പീനിയൻ മാറാം, ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഗിഗ് വർക്കേഴ്സിന് കൊടുക്കണം എന്നാണ്. അതായത് ആരാണ് സേഫ്റ്റി നെറ്റ് ഫോർ ഗിഗ് വർക്കേഴ്സ്, എന്താണ് ഈ ഗിഗ് വർക്കർ എന്നുള്ളതും നിങ്ങൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കി വെക്കേണ്ടത് നല്ലതാണ്. ഇത് മുന്നേ UPSC മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യനും കൂടാണ്. ഗിഗ് വർക്കേഴ്സ്, നമ്മൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന, നമുക്ക് ഡെലിവറി തരുന്ന കുറെ ആൾക്കാർ, ഇവരുടെയൊക്കെ ജോബൊക്കെ പ്രൊട്ടക്റ്റഡ് ആണോ? ശരിക്കും ഹയസ്റ്റ് ഇൻഫോർമാലിറ്റിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗിഗ് വർക്കറിനെ എല്ലാം സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ടുവരണം, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിൽ കൊണ്ടുവരണം. ഇവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കണം, അതേപോലെ റിട്ടയർമെന്റ് സേവിങ്സ്, അങ്ങനത്തെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കണം. ഇത് സംഭവം വെച്ചാൽ ഇവരെ എടുക്കും, പെട്ടെന്ന് പറഞ്ഞു വിടും. സോ ഇനി മുതൽ പറയുന്നുണ്ട് 14 days ടെർമിനേഷൻ നോട്ടീസും കൂടെ കൊടുക്കണം ഇവരെ പറഞ്ഞു വിടണമെങ്കിൽ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതാണെന്നാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഇവർക്ക് പരാതികളുണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ് ഇല്ല, ഡിസ്പ്യൂട്ട് മെക്കാനിസംസ് കൊണ്ടുവരണം. ഇവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ അതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. ഗിഗ് വർക്കേഴ്സിനും കൂടെ നല്ല സെക്യൂരിറ്റി കൊടുക്കണം, അവർക്കും ഒരു ഇത് കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത്, ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എഡിറ്റോറിയൽ ഇൻ പെർസ്പെക്റ്റീവ് ഓഫ് ചിൽഡ്രൻസ് സേഫ്റ്റി. ഇതിൽ എടുത്തു പറയേണ്ട പോക്സോ മാത്രമല്ല, സുപ്രീം കോടതി ഒരു റീസെന്റ് ജഡ്ജ്മെന്റ് മദ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഓൺലൈനായിട്ട് ചൈൽഡ് പോണോഗ്രാഫി അല്ലെങ്കിൽ ചിൽഡ്രൻസ് പോണോഗ്രാഫി അല്ലെങ്കിൽ ചിൽഡ്രൻ പോൺ അല്ലെങ്കിൽ ചിൽഡ്രൻസ് പോൺ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ ശ്രമിച്ചാലും അത് പോക്സോ അല്ലെങ്കിൽ അത് കുറ്റകരമാണ് എന്ന് പറയുന്ന ഒരു സംഭവം മദ്രാസ് ഹൈക്കോർട്ട് അത് വേണ്ട സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ സുപ്രീം കോർട്ട് വളരെ സീരിയസ് ആയിട്ട് അത് കണ്ടിരിക്കുകയാണ് ഒരു കേസ് കൊടുത്തതിൽ.
സോ അതിൽ എടുത്തു പറയേണ്ട 2-3 ഇതിൽ മൊത്തം ആർട്ടിക്കിൾ പറയുന്നത് ചിൽഡ്രനെ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം എടുത്തു പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് സി സീം. വാട്ട് ഇസ് സി സീം? ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താണ് സി സീം എന്നുള്ള കോൺസെപ്റ്റ് മെയിൻസിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഇസ് ഒരു ഫ്രെയിംവർക്കാണ്, കോംപ്രിഹെൻസീവ് ഫ്രെയിംവർക്കാണ്. കോംബാറ്റ് ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേറ്റീവ് അബ്യൂസ് മെറ്റീരിയൽ. ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കോംബാറ്റ് എന്താണ് ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റീവ് അബ്യൂസീവ് മെറ്റീരിയൽ ആണ്. ഇത് വളരെ സിവിയർ ആയിട്ട് തന്നെ ഒരു സിവിയർ മൾട്ടി ഡോളർ ഗ്ലോബൽ ഇൻഡസ്ട്രിയും കൂടാണത്. ഇതൊക്കെ മാറ്റി ഇതിനൊരു സൈബർ ക്രൈമായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഇത് പറയുന്നത്. ഈവൻ AI ജനറേറ്റഡ് സെക്ഷൽ അബ്യൂസ് കണ്ടന്റും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് സർക്കുലേറ്റ് ചെയ്താലും സീം അങ്ങനെ വിളിക്കാൻ എളുപ്പമുണ്ട്. ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അബ്യൂസീവ് മെറ്റീരിയൽ, ഇതിനെതിരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് വളരെ എന്താണ് ഈ സീം ബോർഡർലെസ് റെസ്പോൺസ് ഒക്കെ ഇതിൽ പറയുന്ന ഒരുപാട് ആസ്പെക്ട് പറയുന്നുണ്ട്. മൾട്ടി ഡോളർ ഇൻഡസ്ട്രി ആണ്, പക്ഷെ നമ്മൾ വളരെ സിവിയറായിട്ട് കണ്ടാൽ മാത്രമേ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് അടുത്ത് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്, ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നുണ്ട്, എഡിറ്റോറിയൽ സമ്മറി കണ്ടാൽ മതി. എന്നാലും ഒരു ഫെയർ ഐഡിയ. ഒരുപാട് UK യൂണിവേഴ്സിറ്റീസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഇപ്പം എന്തോരം ആൾക്കാരെ UK പഠിക്കാൻ പോകുന്നത്, പക്ഷേ ഈ പോകുന്ന യൂണിവേഴ്സിറ്റീസ്, നമ്മൾ പോകുന്ന യൂണിവേഴ്സിറ്റീസിന്റെ സ്റ്റാൻഡേർഡും റേറ്റിംഗ് ഒക്കെ വളരെ ലോ ആണ്. എങ്ങനെയെങ്കിലും ലണ്ടനിൽ പഠിച്ചാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ വളരെ ലോ സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കുകയാണ്. ആൻഡ് അതേപോലെ അവിടെ ഈ പല UK യൂണിവേഴ്സിറ്റീസിലും ലോക്കൽ സ്റ്റുഡൻസിന് ഒരു ഫീ ക്യാപ്പ് ഉണ്ട്. അതിന് മുകളിൽ അവർക്ക് ഫീ വാങ്ങാൻ പറ്റില്ല. അത് കുറേ വർഷമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നഷ്ടം വരിക, ലോസിൽ വരിക ഈ കോഴ്സ് ഫീം എല്ലാം നടത്തുമ്പോൾ. അപ്പോൾ UK എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ UKയുടെ യൂണിവേഴ്സിറ്റിയുടെ സസ്റ്റനൻസ് കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് പോകുമ്പോൾ ഡെഫിനറ്റ്ലി നല്ല പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇന്ത്യക്കാർ എടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് പലപ്പോഴും നല്ല യൂണിവേഴ്സിറ്റീസ് അല്ല എന്ന് പറയുന്ന ഒരു ലാർജർ കൺസേൺ ഇവിടെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഈ എഡിറ്റോറിയൽ മെയിൻലി പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ മേജർ ആയിട്ടുള്ള നാഷണൽ ന്യൂസ് നോക്കുകയാണെങ്കിൽ വളരെ ക്വിക്കായിട്ട് ഞാൻ പറയാം. കേരള ഇതിനെടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇതാണ് പറയുന്നത്. യു ക്യാൻ ആക്ച്വലി ഫൈൻഡ് ഇറ്റ് ഔട്ട്. കേരള ലോൺ വയനാടിലേക്കുള്ള സെൻട്രൽ ഫണ്ടിൽ ചോദിക്കുന്നുണ്ട്. The Kerala Assembly unanimously adopted a resolution urging the center to release mandatorily aid for landslide at Wayanad. വയനാടിൽ സെന്റർ തരേണ്ട പൈസ ഇമ്മീഡിയറ്റ്ലി തന്നേ പറ്റുള്ളൂ, കാരണം ഫണ്ട് വേണം. അതേപോലെ തന്നെ NDMA കുറച്ചും കൂടെ ഇന്റർവീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിസ് ബ്രിങ്സ് us what is NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും കൂടെ. അപ്പോൾ എന്താണ് NDMA എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഫണ്ട് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ വാർത്ത നമുക്ക് ആവശ്യമുള്ള ഇതും ഒരു കേസാണ്. നേരത്തെ ഞാൻ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കാര്യം പറഞ്ഞ പോലെ US മറ്റൊരാളെ പോലെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഹിസ് നെയിം ഇസ് പന്നുൻ. അയാളുടെ ഫുൾ നെയിം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ ഫൊഗോട്ട് ദ ഫുൾ നെയിം ആക്ച്വലി. ഇദ്ദേഹത്തിനെതിരെയും അറ്റാക്ക് നടന്നിരുന്നു. പ്രോ ഖാലിസ്ഥാനി ഫിഗർ ആണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിനെ കൊല്ലാനും ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു. US നടന്ന് ജസ്റ്റ് ലൈക്ക് കാനഡയെ കൊന്ന പോലെ ഇദ്ദേഹത്തിനെ കൊല്ലാനും ഒരു പ്ലോട്ട് ഉണ്ട്. അപ്പൊ അതും അന്വേഷിക്കണം, ഇന്ത്യൻ ഗവൺമെന്റ് അന്വേഷിക്കണം. കാരണം കാനഡ അമേരിക്കയിൽ പ്രോ ഖാലിസ്ഥാൻ എന്ന് പറയുന്നത് സിഖ് രാജ്യം വേണം അല്ലെങ്കിൽ സിഖ് സ്റ്റേറ്റ് വേണം എന്ന് പറയുന്ന ആൾക്കാരെ, ഈ പ്രോ ഖാലിസ്ഥാനി ആൾക്കാരെ മെയിൻ ലീഡേഴ്സിനെയൊക്കെ തപ്പിപ്പിടിച്ച് കൊല്ലുകയാണ്. അവരെങ്ങനെയും മരിക്കുകയാണ്. അപ്പോൾ രാജ്യങ്ങൾ പറയുന്നത് ഇന്ത്യ അറിയാതെ ഇത് നടക്കില്ല, ഒഫീഷ്യലി ഇന്ത്യ തന്നെയാണ് ആൾക്കാരെ കൊല്ലിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. സോ യെസ്, ഗുർപത്വന്ത് സിംഗ് പന്നൻ, a Khalistani separate leader, and he is heading a Sikh group, Sikhs for Justice എന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ പേര്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കൊല്ലുന്നത്. അപ്പൊ ഈ കേസ് അന്വേഷിക്കാൻ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അമേരിക്കയിലേക്ക് പ്രത്യേക ഒരു ഗ്രൂപ്പിനെ, ഒരു ഇൻവെസ്റ്റിഗേറ്റ്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രത്യേക ഗ്രൂപ്പിനെ അമേരിക്കയിലേക്ക് അയക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനല്ലേ, നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയാണ്. ബട്ട് എനിവേ, ഇതും ഇങ്ങനത്തെ വാർത്തയും ഈ ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ വായിക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് ഇസ് എല്ലാം ഏത് ന്യൂസ് എടുത്താലും ഇന്ന് അത്രയ്ക്കധികം UPSC, നമ്മൾ പറയത്തില്ല UPSC ചാകരയാണെന്നില്ല, ഇന്ന് അത്രയ്ക്കധികം ന്യൂസ് ഉണ്ട്. ലെറ്റ് ഫോക്കസ് വിതൗട്ട് വേസ്റ്റിംഗ് ടൈം. മോസ്റ്റ് ICC Internal Complaints Committee in Entertainment Industry not legal panel to High Court. കേരളാസ് വിമൻ കമ്മീഷൻ കൊടുത്താണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതൊക്കെ വന്നപ്പോൾ ദേ ആർ ആക്ച്വലി ബ്രിങ്ങിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എന്താണ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി? എല്ലാ ഓർഗനൈസേഷനിലും ഒരു ICC വേണം. അതിൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം, 4 മെമ്പേഴ്സ് എങ്കിലും മിനിമം വേണം. അതിൽ പകുതി ആൾക്കാർ സ്ത്രീകളായിരിക്കണം. സെക്ഷൽ പ്ലേസ്, ആൻഡ് ദാറ്റ് ബ്രിങ്സ് us another important act, the POSH Act. എന്താണ് ഈ POSH Act? സോ ഇവിടെ എടുത്തു പറയണം, നമുക്കറിയാവുന്ന ആക്ട് തന്നെയാണ്.
വേറൊന്നുമല്ല, സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റീഡ്രസൽ ആണ് പോഷ് ആക്ട് 2013. ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കാൻ പാടില്ല, അത് പ്രിവെന്റ് ചെയ്യുന്ന ആക്ട് ആണ് പ്രിവെൻഷൻ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ പ്രിവെൻഷൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ. ഈ ആക്ട് ഇതിന്റെ വയലേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടാവണം. അതുണ്ടോ? പലയിടത്തും അതില്ല, അതൊരു ക്രൈമാണ്. അതില്ലെങ്കിൽ അതൊരു ഫെയിലിയർ തന്നെയാണ്. ആൻഡ് ഈ സിനിമയിലും അവിടെ ഇവിടെയൊക്കെ പറയുന്ന പല കമ്മിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ പല കമ്മിറ്റീസ് കേൾക്കുന്നു എന്ന് പറയുന്നത് ഇതൊന്നും ലീഗൽ അല്ല എന്നാണ് കേരള വിമൻസ് കമ്മീഷൻ പറയുന്നത്. പോഷ് ആക്ടിന്റെ രീതിയിൽ ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളതല്ല. ഇത്രയാണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ പറയുന്നുണ്ട്, സെക്ഷൻ 26(1)(a) of the Act specifically states that the failure to constitute an ICC as required under Section 4 is an offence. So 26(1) ആക്ട് പറയുന്നുണ്ട് ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കിയില്ലെങ്കിൽ അതൊരു ഒഫൻസ് തന്നെയാണ്. Therefore the വിമൻസ് കമ്മീഷൻ ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറയേണ്ടത്. നമുക്കിതിനകത്ത് എടുത്തു പറയേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പോഷ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, പോഷ് ആക്ടിന്റെ. Okay, and പിന്നെ again going by this as India Russia discuss പിന്നെയും important news, training of sailors, a polar navigation of development of joint projects. ഇത് വേറെ ഒന്നുമല്ല, this brings us another important concept. What is NSR? Very important. What is Northern Sea Route? എന്താണ് ഈ നോർത്തേൺ സീ റൂട്ട് എന്ന് പറയുന്നത്? അത് എന്ത് റൂട്ടാണ്? അത് നോർത്തേൺ സീ റൂട്ട്. അപ്പൊ ഇന്ത്യയും റഷ്യയും നല്ലൊരു അപ്പൊ പോളാർ നാവിഗേഷനിലും ജോയിന്റ് പ്രൊഡക്ട്സ് ഒരുപാട് ഇന്ത്യയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കാർഗോക്ക് വേണ്ടിയോ ഒക്കെ. അപ്പൊ എന്താണ് ഇന്ത്യ വർക്ക് ചെയ്യുന്ന ഈ നോർത്തേൺ NSR എന്നും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഇന്ത്യ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ റീജിയനിലും. സോ നല്ല ട്രേഡിങ്ങിനും ട്രാൻസ്പോർട്ടിനും വേണ്ടിയാണ്. നല്ല എഫിഷ്യന്റ് ട്രാൻസ്പോർട്ട് കണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആർക്കിടെക്ചർ ഓഫ് ട്രാൻസ്പോർട്ട് കൊറിഡോർസ് ഒക്കെ ഉണ്ടാവും. സോ ഗ്രേറ്റർ യൂറേഷ്യൻ സ്പേസ്, നല്ല ട്രാൻസ്പോർട്ടും ട്രേഡും ഉണ്ടാവണം. അപ്പൊ എന്താണ് ഈ NSR എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ റഷ്യ കോപ്പറേഷനിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് NSR, നോർത്തേൺ സീ റൂട്ട്. പ്രിലിംസിന് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് NSR ഇസ് കറക്റ്റ്, അല്ലെങ്കിൽ എന്താണ് NSR എന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അതും ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. അതാണ് ഞാൻ ആ ന്യൂസ് എടുത്തത്. പിന്നെ ആസ് യൂഷ്വൽ ഇന്ത്യ ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് പിന്നെയും പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ടു ഗെറ്റ് മോർ ചോപ്പേഴ്സ് ഫ്രം പ്രൈവറ്റ് ഫേംസ്. എഗെയിൻ ഡിഫൻസ് മൊത്തത്തിൽ, ഇന്ത്യൻ ഡിഫൻസ് മൊത്തത്തിൽ പ്രൈവറ്റ് പ്ലേയേഴ്സും കൂടെ വരണം എന്ന ഒരു മോഡലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യെസ്, ആൻഡ് മഹാരാഷ്ട്ര അഗെയിൻ ഈ സ്ലം ഡെവലപ്മെന്റിന് വേണ്ടിയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മഹാരാഷ്ട്ര ഗിവ് 124 acres ഓഫ് ധാരാവി പ്രൊജക്ട്. സോ ധാരാവി റീഡെവലപ്മെന്റ് പ്രൊജക്ട് ഓൾറെഡി നടക്കുന്നുണ്ടെന്ന് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസിഷന്റെ ബേസിസിൽ കുറേ സ്ഥലം അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ആൾക്കാരെ തിരിച്ച് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മഹാരാഷ്ട്ര ധാരാവി പ്രൊജക്റ്റിൽ. അതിൽ ചില സ്ഥലങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡിയോണർ ഡംപിംഗ് യാർഡ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, വളരെ കോൺട്രവേഴ്സി ആയത് എന്താ, മഹാരാഷ്ട്ര സോൾട്ട് പാൻസ് കൊടുക്കാൻ തുടങ്ങി. സോ എന്താണ് സോൾട്ട് പാൻസ്? സോൾട്ട് പാൻസിലെ സ്ഥലം റീഡെവലപ്മെന്റ് കൊടുക്കാൻ തുടങ്ങി. സോൾട്ട് പാൻസ് ഫ്ലഡിനെതിരെയും ഇതൊക്കെ ഭയങ്കര ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടാണ്. അപ്പൊ അത് കൊടുത്താൽ അത് എക്കോളജിക്കൽ ഡാമേജ് ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ വന്നിരുന്നു. സോ വാട്ട് ആർ സോൾട്ട് പാൻസ്? ഈ റീഹാബിലിറ്റേഷൻ പ്രോസസ് ഇങ്ങനെയൊക്കെ ശരിക്കും ആൾക്കാരെ പറഞ്ഞു വിടുമ്പോൾ ശരിക്കും റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? ഇതും മെയിൻസിന് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഹൗ ദ റീഹാബിലിറ്റേഷൻ പ്രോസസ് ഈസ് ആക്ച്വലി ഗോയിങ് അഹെഡ്. സോ അതാണ് ഇനി അടുത്തത് മേജർ ആയിട്ടുള്ളത്. അഗെയിൻ ജയശങ്കർ ഷാങ്ഹായ് കോർപ്പറേഷന്റെ മീറ്റിംഗിന് പോവുകയാണ് പാകിസ്ഥാനിൽ. സോ പിന്നെ ഞാൻ ഇന്നലെയും ഇന്നും ചോദിക്കുന്നു, എന്താണ് SCO രാജ്യങ്ങൾ? ഷാങ്ഹായ് കോർപ്പറേഷന്റെ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ബയലാറ്ററൽ മീറ്റിംഗ് ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എങ്ങാനും കാണുകയാണെങ്കിൽ അതിൽ പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്, പുൾ അസൈഡ് മീറ്റിംഗ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ചർച്ചയൊക്കെ നടത്താം, എമർജൻസി ആയിട്ട് പുൾ അസൈഡ് മീറ്റിംഗ്. സോ ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇതിൽ മിനിമം രാജ്യങ്ങളുടെ മെമ്പർഷിപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണം. ഇപ്പൊ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് റഷ്യ വരുന്നുണ്ട്, ചൈന, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ബെലാറസ്, ഇറാൻ, ഇതൊക്കെ ഉണ്ടോ? ഇവരൊക്കെ മെമ്പേഴ്സ് ആണോ? SCOയിലെ മെമ്പേഴ്സ് ആരാണെന്നും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. അഗെയിൻ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ്. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിനകത്ത് അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് വഖഫ് ബില്ലാണ്, ഈ വഖഫ് അമെൻമെന്റ് ബിൽ. അപ്പോൾ ഓൾറെഡി വാട്ട് ഇസ് വഖഫ് അമെൻമെന്റ് ബിൽ? അപ്പൊ എന്താണ് ഈ വഖഫ് എന്ന് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ മിസ്യൂസ് ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ്, ഈ ലാൻഡ് ഒക്കെ ഉള്ളത്. അപ്പൊ
എന്താണ് വഖഫിന്റെ ഡെഫിനിഷൻ എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരുപാട് ലാൻഡ് വഖഫ് ഏറ്റെടുത്ത് ഒരുപാട് ലാൻഡുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ വഖഫ് അമെൻമെന്റ് ബില്ല് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണിതെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് ഇതിനകത്ത് പ്രധാനപ്പെട്ട അടുത്ത പൊളിറ്റിക്കൽ വാർത്ത അല്ലാതെ പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു സാധനമുണ്ട്, അയൺ ഫോർട്ടിഫൈഡ് റൈസ്. അത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. വാട്ട് യു മീൻ ബൈ ദ കോൺസെപ്റ്റ് ഓഫ് അയൺ ഫോർട്ടിഫൈഡ് റൈസ്? ഒരുപാട് ആൾക്കാർക്ക് റൈസിന്റെ കൂടെ തന്നെ PDS നമ്മൾ അന്ന് കണ്ടുപിടിച്ചതാണ്. ഒരുപാട് ആൾക്കാർക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവും. അരിയുടെ കൂടെ തന്നെ കുറേ കോമ്പണൻസ്, വൈറ്റമിൻ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് ബെറ്റർമെന്റ് നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. അയൺ ഫോർട്ടിഫൈഡ് റൈസ് എന്താണെന്ന്, സോ വാട്ട് യു മീൻ ബൈ ഫോർട്ടിഫൈഡ് റൈസ്? സാധാരണ അരിയുടെ കൂടെ നമ്മൾ എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നത് അതിന് ന്യൂട്രീഷൻ കൂട്ടാൻ വേണ്ടി. സോ ഫോർട്ടിഫൈഡ് റൈസ് എന്താണെന്നുള്ളതും കൂടെ വി ഷുഡ് ഹാവ് ആൻ ആബ്സല്യൂട്ട് ക്ലാരിറ്റി ഓൺ ദാറ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് ഞാൻ ഇന്ന് പറഞ്ഞില്ലേ, എവിടെ തൊട്ടാലും മേജർ വാർത്തകളാണ്. വഖഫ് ബിൽ ഞാനൊന്നും മിസ് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ആൻഡ് അതേപോലെ അഗൈൻ ശശി തരൂരിനെതിരെ ഡെഫമേഷൻ കേസ് ഓൾറെഡി പെൻഡിങ് ഉണ്ട്. അതിനെ ഒരു സുപ്രീം കോടതി സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ബിക്കോസ് ശശി തരൂർ ഒരു റെഫറൻസ് പറഞ്ഞിരുന്നു, a scorpion sitting on a shivling in connection with നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞതാണ്. ശിവലിംഗിന്റെ മുകളിൽ ഒരു സ്കോർപ്പിയൻ ഇരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അഗെയിൻ ദിസ് ബ്രിങ്സ് us to a larger question. സോളിസിറ്റർ ജനറൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പൊ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി UPSC പ്രധാന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അറ്റോർണി ജനറൽ. അതേപോലെ ആരാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്? എന്താണ് സോളിസിറ്റർ ജനറലിന്റെ പോസ്റ്റ്? ആരാണ് സെലക്ട് ചെയ്യുന്നത്? എത്ര വർഷം ഇദ്ദേഹത്തിന് വാലിഡിറ്റി ഉണ്ട്? ഇതൊക്കെ UPSC പെർസ്പെക്ടീവിൽ കണ്ടുപിടിക്കണം. വാട്ട് ഇസ് എ സോളിസിറ്റർ ജനറൽ? എന്താണ് അദ്ദേഹത്തിന്റെ ജോലി? ആൻഡ് വാട്ട് യു മീൻ ബൈ ഡെഫമേഷൻ? മെയിൻസിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ക്രിമിനൽ ഡെഫമേഷൻ എന്താണ്? ഒരാളെ ആർക്കും എന്തും പറയാൻ പറ്റുമോ? അങ്ങനെ ആർക്കെതിരെ എന്തും പറയാൻ പറ്റില്ല. അത് ഡെഫമേഷൻ ആണ്. അപ്പൊ അത് പ്രത്യേകം ഓർത്ത് വെക്കുക. സോ ഇനി സുപ്രീം കോടതി ഒരു കേസ് കേട്ടു. ഒരു സിന്ധി ചാനൽ, സിന്ധി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം, സിന്ധി ഒരു ഗ്രൂപ്പും ഒരു ലാംഗ്വേജും കൂടെ ആണ്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു 24 hours ചാനൽ വേണം. അവർ പറഞ്ഞത് സിന്ധിക്ക് അവരുടെ ഒരു 24 hours ചാനൽ വേണം. ആ ചാനൽ, അപ്പൊ ഇതിൽ എടുത്തു നോക്കേണ്ട കാര്യം വേറെ എന്താന്ന് വെച്ചാൽ വാട്ട് ഇസ് പ്രസാർ ഭാരതി? നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രോഡ്കാസ്റ്റിംഗ്, വാട്ട് ഇസ് പ്രസാർ ഭാരതി? ഒരു 24 hours ചാനൽ വേണം. കാരണം എന്താ? എടുത്തു പറയുന്ന കാര്യം ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റോടെ ഉണ്ട്. വാട്ട് ഇസ് ആർട്ടിക്കിൾ 29 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? കണ്ടുപിടിച്ചോ? പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ ചോദിച്ചത് എന്താ? ആർട്ടിക്കിൾ 29 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് ദ സ്റ്റേറ്റ് ആണ് ടു പ്രൊട്ടക്ട് ആൻഡ് കൺസേർവ് ദ ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ ആൻഡ് റിലീജിയസ് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്. സിന്ധി ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെങ്കിൽ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും ഞങ്ങളുടെ ലിംഗ്വിസ്റ്റിക് കാര്യങ്ങൾ പ്രിസർവ് ചെയ്യാനും കൾച്ചറൽ റിലീജിയസ് ആസ്പെക്ട്സ് ഒക്കെ പ്രിസർവ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു 24 hours സിന്ധി ന്യൂസ് ചാനൽ തരണം, ദൂരദർശൻ. സോ ചന്ദ്രചൂഡ്, ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞാണ് അങ്ങനെ ഒരു ചാനൽ തരാൻ പറ്റില്ല. വുഡ് നോട്ട് ബി ഇങ്ങനെ ചാനൽ തരാൻ പറ്റില്ല. ഇങ്ങനെ ചാനൽ ഉണ്ടാക്കുന്നത് മാത്രമല്ല ലിംഗ്വിസ്റ്റിക് റൈറ്റ് അല്ലെങ്കിൽ അപ്ഹോൾഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു. സോ പ്രസാർ ഭാരതി ടു ലോഞ്ച് എ സെപ്പറേറ്റ് ദൂരദർശൻ ചാനൽ. ദ പെറ്റീഷൻ ഫൈൽഡ് bench headed by Chief Justice said that it is not possible. അത് പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്താ വേണ്ടത്? പ്രസാർ ഭാരതി വേണം, ആർട്ടിക്കിൾ 29 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ഇനി നാളെ അടുത്ത പ്രാവശ്യം പ്രിലിംസ് എക്സാമിന് ആർട്ടിക്കിൾ 29 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും അത് ഇന്ത്യൻ പോളിറ്റി ക്വസ്റ്റൻ ആണെന്ന്. പക്ഷെ ഞാൻ പറയും അത് കറണ്ട് അഫയർ ക്വസ്റ്റൻ ആണെന്ന്. കാരണം കറണ്ട് അഫയറിൽ അതിനുള്ള ഒരു ക്ലൂ ഉണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ക്ലൂ ഉണ്ടായിരുന്നു. മിക്ക ക്വസ്റ്റ്യൻസും ഇങ്ങനെ തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ആൻഡ് പിന്നെയുള്ള പ്രധാന, ഇപ്പോഴും ബംഗാൾ ഡോക്ടേഴ്സും ഇവരും ഗവൺമെന്റും തമ്മിൽ ഇപ്പോഴും ഒരു ധാരണയായിട്ടില്ല. ഡോക്ടേഴ്സ് ഇപ്പോഴും നോൺ സ്റ്റോപ്പ് സ്ട്രൈക്കിൽ തന്നെയാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് വളരെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇറക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട് പറയുന്നത് എന്താണ് BIS? അപ്പൊ അത് UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ എന്താണ് ഈ BIS? നല്ല ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ മിസ്ലീഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ത് അഡ്വർടൈസ്മെന്റ് ആണ് മിസ്ലീഡ് ചെയ്തത്? എയർ പ്യൂരിഫയേഴ്സ്. കാരണം അവിടെയൊക്കെ ഭയങ്കര നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഭയങ്കര പൊല്യൂഷൻ ഉള്ളതുകൊണ്ട് എയർ പ്യൂരിഫയേഴ്സ് ഉപയോഗിച്ചാൽ എയർ പ്യൂരിഫൈ ചെയ്യും എന്ന് പറയുന്ന രീതിയിൽ പരസ്യങ്ങൾ പോകുമ്പോൾ അതൊന്നും പാടില്ല. അപ്പൊ എന്താണ് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതും കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. അതൊരു ചെറിയ വാർത്ത അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. AR റഹ്മാൻ കമല ഹാരിസിന് വേണ്ടി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ കമല ഹാരിസിനെ എലക്ട് ചെയ്യണമെന്ന് AR റഹ്മാൻ പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് സ്റ്റബിൾ ബേണിംഗ്. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്.
വൈക്കോൽ ഇങ്ങനെ കത്തിച്ച് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും കത്തിച്ച് വിടും, ഡൽഹിയിൽ പൊല്യൂഷൻ വരും, ഡൽഹിയിൽ സ്മോഗ് വരും, എയർ ക്വാളിറ്റി ഇൻഡെക്സ് താഴെ പോവും. അപ്പൊ ഇത് എന്തിനാ ഈ കത്തിക്കുന്നത് എന്ന് ചോദ്യം. വാട്ട് ഇസ് സ്റ്റബിൾ ബേണിംഗ്? ഇത് ഓൾറെഡി പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. ഇത് കത്തിക്കുമ്പോൾ ഈ ഗ്യാസ് പോകുന്നില്ല, എന്തൊക്കെ ഗ്യാസാണ് ആകാശത്തേക്ക് പോയതെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. വാട്ട് ഇസ് സ്റ്റബിൾ ബേണിംഗ്? ഇതിനൊരു ഓൾട്ടർനേറ്റ് കാണണ്ടേ? മെയിൻസിനൊക്കെ ഇതിങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നാൽ മതി. വാട്ട് ഇസ് എൻ ഓൾട്ടർനേറ്റ് ഫോർ സ്റ്റബിൾ ബേണിംഗ്? It's very bad for polluting this if you burn it continuously. So what do you suggest? There is an alternate for that. Definitely an alternate കാണും. We need to prioritize that. അതൊക്കെയാണ് കാരണം എത്രയോ. And what is CAQM? UPSCക്ക് അടുത്ത ചോദ്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. CAQM is Commission for Air Quality Management. Air Quality Management എന്താണ്? Commission of Air Quality Management എന്താണെന്നും കൂടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളെന്ന് നോക്കുക എത്ര ന്യൂസാണ് നിങ്ങൾക്കിത്. പ്ലീസ് ഫോർ ഗോഡ് സേക്ക് പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഈ വാക്കുകളൊക്കെ എഴുതി വെക്കുക. CAQM സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് പഠിക്കുക. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ അഗൈൻ ഇൻഫ്ലേഷനെ, ഫുഡ് പ്രൈസസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് അധികം വരുന്നില്ല. പിന്നെ മേജർ ആയിട്ടുള്ളത് ഇതിനകത്തുള്ളത് വാർത്ത എന്ന് പറയുന്നത്, യെസ്, RBI പറയുന്നൊരു വാർത്തയുണ്ട്. ബാങ്കുകൾ ഇപ്പൊ ഈയിടെയായിട്ട് വല്ലാണ്ട് AI-നെയും ബിഗ് ടെക്. സോ ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ബിഗ് ടെക്? ഫേമസ് ആയിട്ടുള്ള മേജർ കമ്പനീസ് അറൗണ്ട് ദ ടെക് കമ്പനീസ് അറൗണ്ട് ദ വേൾഡിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദി ആൽഫബറ്റ് കമ്പനി, ഗൂഗിൾ, മെറ്റ, ആമസോൺ, ആപ്പിൾ, ഇതൊക്കെ പറയുന്ന മേജർ കമ്പനീസ്, ബിഗ് ടെക് കമ്പനീസും അല്ലെങ്കിൽ ബാങ്കുകളെല്ലാം AI-നെ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഇതിന് പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും മെഷീൻ ലേണിംഗിലും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ നമ്മുടെ ഡേറ്റ, ബാങ്ക് ഒരുപാട് ഇങ്ങനെ ഡേറ്റ വരുന്ന സമയത്ത് ഈ ഡേറ്റ എല്ലാം ഈ കമ്പനീസിന്റെ കയ്യിൽ വളരെ ഇത് ഉള്ളതുകൊണ്ട് ഡോണ്ട് യു തിങ്ക് ഒരു ഡേറ്റ ബ്രീച്ച് ഒക്കെ വളരെ എളുപ്പത്തിൽ പറ്റും. സോ ഇന്ത്യൻ ബാങ്ക്സ് വളരെ കോഷ്യസ് ആയിട്ട് വേണം AI ഉപയോഗിക്കാൻ എന്നുള്ളതും കൂടെ RBI പറയുന്നുണ്ട്. സോ അഡീഷണലി AI's opacity made it difficult to audit or interpret the algorithms. AI basically has an AI opacity, ക്ലീൻ അല്ല. അപ്പൊ ഇതൊക്കെ ബാങ്കിനെ ഒരുപാട് സീരിയസ്നെസ്സിലേക്ക് എത്തിക്കില്ലേ എന്നാണ് RBI ചോദിക്കുന്നത്. അതാണ് ഈ ആർട്ടിക്കിളിൽ മെയിൻലി പറയുന്നത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് നമ്മുടെ ഫോറിൻ പേജ് എടുത്താലും ഇതിൽ പ്രധാനമായിട്ടും റഷ്യ ഒരു സാധാരണ യുക്രൈൻ്റെ ഒരു വില്ലേജും കൂടെ പിടിച്ചെടുത്തു. ആ വാർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെബനനിൽ ഇപ്പോഴും ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലത്തെ ന്യൂസ്, UN പീസ് കീപ്പേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വാർ ക്രൈമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് യൂണിഫിൽ. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് യൂണിഫിൽ. യുണൈറ്റഡ് നേഷൻസ് ഇന്ററിം ഫോഴ്സ് ഇൻ ലെബനനെ ഇസ്രായേലിന്റെ ടാങ്ക്സ് അറ്റാക്ക് ചെയ്തിരുന്നു ഇന്നലെ. സോ ഇസ്രായേലിനെ യൂണിഫിലിലെ ഇന്ത്യക്കാരും ഇല്ലേ, ഇന്ത്യ ഒരു തേർഡ് ലാർജസ്റ്റ് സപ്പോർട്ടറാണ്. നമ്മുടെ സോൾജേഴ്സിന് ഏതാണ്ട് 1000 സോൾജേഴ്സിന് 900+ സോൾജേഴ്സിന് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ യൂണിഫിലിനെതിരെ ഫൈറ്റ് ചെയ്താൽ അത് വാർ ക്രൈമായിട്ട് കാണേണ്ടി വരും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. സോ ദാറ്റ് പ്ലീസ് റിമെമ്പർ വാട്ട് ഈസ് യൂണിഫിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ റിഗാർഡിംഗ് ദിസ്. സോ ഇത്രയും വാർത്തകളാണ് ഇന്ന് ഉണ്ടായത്. സോ ഐ ഓൾസോ അർജ് യു ടു വാച്ച് ആർ നമ്മുടെ ആപ്പിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഡെഫിനറ്റ്ലി സീസായിട്ട് പ്രശ്നമാണെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നമ്മൾ ഇന്നലെ ഒഫീഷ്യലി നമ്മുടെ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, റീസ്റ്റാർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഇന്ന് തൊട്ട് അതിന്റെ കണ്ടന്റ് കാര്യങ്ങൾ വന്നു തുടങ്ങും. IAS ഫാക്ടറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ടോപ്പിക്സ് ഞാൻ എടുക്കണം അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന്, കറണ്ട് അഫയേഴ്സിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്. ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ വീഡിയോ ഓഫ് ദാറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് പഠിച്ചോളൂ നന്നായിട്ട്.